ദേശീയ പണിമുടക്കിൽ സംസ്ഥാനത്തെ ജീവനക്കാരുടെ സംഘടനകൾ പങ്കെടുക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് പരാതി. സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനം, സ്ഥിരം തസ്തികകളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന സമരാഹ്വാനം കോടതിയെ ലക്ഷ്യമാണ്. സമര നോട്ടീസ് ഇറക്കിയ ഇടത് സംഘടനാ നേതാവും അഡീഷണൽ സെക്രട്ടറിയുമായ പി ഹണിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് തുടർന്ന്. പ്രജിത്ത്, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രജിത്ത്, കേൾക്കാമെങ്കിൽ തുടരാം. ദേവിക, കേൾക്കാമെന്ന് കരുതുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ആ സമരം ജൂലൈയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ആ സമരത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് നമ്മൾ തന്നെയാണ് ഈ ജീവനക്കാരുടെ സമരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സംഘടനയായിട്ടുള്ള CPM സംഘടനയായിട്ടുള്ള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഒരു നോട്ടീസ് പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം നൽകിയത് ജനം ടിവിയാണ്. അതിൽ ഭരണഘടനാ വിരുദ്ധം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ആവശ്യമുണ്ടായിരുന്നു. സ്ഥിരം തസ്തികകളിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തണം എന്നുള്ള ആവശ്യം. അത് സംസ്ഥാനത്തെ PSC അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ നിയമനം ലഭിക്കേണ്ട ആളുകളുടെ ആ ഒരു അവകാശം അത് അട്ടിമറിക്കുന്നതാണ് എന്നുള്ളതായിരുന്നു നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്ത. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. മുൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനും അഭിഭാഷകനുമായിട്ടുള്ള S ചന്ദ്രചൂഡനാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിക്കുന്ന രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു കോടതി വിധി പ്രകാരം 2023 പുറത്തിറങ്ങിയ ഒരു കോടതി വിധി പ്രകാരം സർക്കാർ ജീവനക്കാരുടെ സമരങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് അത്തരം നിയന്ത്രണങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ ഒരു വിധിയെ അട്ടിമറിച്ചുകൊണ്ട് കോടതി ലക്ഷ്യമായിട്ടുള്ള രീതിയിലാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർ സമരത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ ജനം TV പുറത്തു കൊണ്ടുവന്ന വാർത്തയായിട്ടുള്ള ഈ സ്ഥിരം തസ്തികകളിലെ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള ഒരു ആവശ്യം, അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് സുപ്രീം കോടതി വിധികളുടെ ലംഘനമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് PSC പോലെയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മാത്രമാണ് സ്ഥിരം തസ്തികകളിൽ നിയമനം നടക്കേണ്ടത്. ആ നിയമനത്തെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സുപ്രീം കോടതികളുടെ വിധിയടക്കമുള്ള കാര്യങ്ങളെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് 2006 കർണാടക വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കർണാടക വേഴ്സ് ഉമാദേവി ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന ആ കേസിലുണ്ടായിട്ടുള്ള സുപ്രധാന വിധിയുടെ ഇതുണ്ട്. പ്രത്യേകിച്ച് ഈ കരാർ ജീവനക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി അത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. സ്ഥിരം തസ്തികകളിൽ PSC അടക്കമുള്ള സംവിധാനങ്ങളുടെ മാത്രം നിയമനം നടക്കണം എന്നുള്ളതായിരുന്നു ആ വിധിയുടെ ഒരു കാതൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വിധി പുറത്തിറക്കിക്കുന്ന സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ആ വിധിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമര പ്രഖ്യാപനത്തിലേക്ക് പോകുന്നത്. അത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്, അല്ലെങ്കിൽ കോടതി ലക്ഷ്യമാണ് എന്നുള്ള ആക്ഷേപവും അദ്ദേഹം ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സമര നോട്ടീസ് പുറത്തിറക്കിയിട്ടുള്ള കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള P ഹണി അടക്കമുള്ള അഡീഷണൽ സെക്രട്ടറിയാണ് സെക്രട്ടറിയിൽ. അദ്ദേഹം അത് ഹണി അടക്കമുള്ളവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു ആവശ്യവും ഇപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഈ അഭിഭാഷകനായിട്ടുള്ള S ചന്ദ്രചൂഡൻ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു സംസ്ഥാന സർക്കാർ ജീവനക്കാരനാണ്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിക്കെതിരെ, അല്ലെങ്കിൽ അത്തരത്തിൽ സാധാരണഗതിയിൽ സുപ്രീം കോടതിയുടെ വിധി പുറപ്പെടുവിച്ചാൽ അത് രാജ്യത്തെ നിയമം എന്നുള്ളൊരു വ്യവസ്ഥ നിലനിൽക്കെ അത്തരമൊരു നടപടിക്കെതിരെ, അല്ലെങ്കിൽ അത്തരമൊരു നിയമപരമായിട്ടുള്ള ഒരു ഡിഗ്രി കോടതി പുറത്തിറക്കിയിരിക്കുമ്പോൾ അതിനെതിരെ ഒരു സമരപ്രഖ്യാപനം നടത്തുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ രാജ്യത്തെ കോടതി സംവിധാനങ്ങളുടെ ഒരു വിധി പുറപ്പെടുവിച്ച് അതിലൂടെ നിയമമായിട്ടുള്ളൊരു വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ P ഹണിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ഇപ്പോൾ S ചന്ദ്രചൂഡൻ ആവശ്യപ്പെടുന്നു. നമ്മൾ തന്നെയാണ്, ജനം TV തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ സ്ഥിരം തസ്തികകളിൽ നിയമിക്കപ്പെട്ടുള്ള കരാറുകാരെ സ്ഥിരപ്പെടുത്തണം എന്നുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു ആവശ്യത്തിനെതിരെ ആദ്യം വാർത്ത നൽകുന്ന, അല്ലെങ്കിൽ അത്തരമൊരു സമരപ്രഖ്യാപനം നടത്തുന്നതിന്റെ ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടുന്ന ജനം TV ആണ്. ഇപ്പോൾ ജനം TV നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി എത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള, അല്ലെങ്കിൽ CPM തന്നെ നേരിട്ട് ഈ രീതിയിൽ താൽക്കാലികക്കാരെ കുത്തിനിറക്കുകയും അവരെ പിന്നീട് ദേശീയ പണിമുടക്കിൽ സംസ്ഥാനത്തെ ജീവനക്കാരുടെ സംഘടനകൾ പങ്കെടുക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചിരിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും സ്ഥിരം തസ്തികകളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന സമരാഹ്വാനം കോടതിയെ ലക്ഷ്യമാണെന്നും പരാതിയിലുണ്ട്. സമര നോട്ടീസ് ഇറക്കിയ ഇടത് സംഘടനാ നേതാവും അഡീഷണൽ സെക്രട്ടറിയുമായ P ഹണിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രജിത്ത് മോഹനനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.